എടാ ഒരു കാര്യം പറയട്ടെ. എന്താ മാവ? എന്റെ കയ്യിലെ ധനരേഖയെ പച്ച കുത്തിയെ പോലെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാ. അമ്മാവാ, കയ്യിലുള്ള രേഖയ്ക്ക് നമ്മുടെ തലയിലെഴുത്തിന് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയാറുണ്ട്. 3 കോടിക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് 10 കോടിക്ക് ലാഭം വരുന്ന ഒരു സ്ഥലം നമുക്ക് കിട്ടിയില്ല അമ്മാവാ. സംഭവം സത്യ. അമ്മാവാ, ഒരു കാര്യം പറയാൻ മറന്നു. അതെന്താ പ്രോഫിറ്റ് മാനേജ്മെന്റ്. അതാ ധനരാജിനേക്കാളും അമ്മാവനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. അമ്മാവന്റെ ജോത്സ്യം അറിയാം. എന്തേ പറയണ? ഇത്രയും വലിയൊരു സ്ഥലം നോക്കി അതിന്റെ ജാതകം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കൈ നോക്കിയാണ് ജാതകം പറയാൻ ബുദ്ധിമുട്ട്. അങ്ങനെയാണോ? ഈ കയ്യേക്കാളും ചെറുത് എന്റെ തലക്കകത്തുണ്ട്. അതെന്താന്നൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഒരു തവണ കണ്ടാൽ മതി, കറക്റ്റ് ആയിട്ട് കാര്യം പറയും. അതുപോലെ നിന്റെ തലയിലുള്ള ഐറ്റം എന്നിട്ടാ എന്റെ നാക്ക്. അതുകൊണ്ട് നിന്റെ നാക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഓ, അപ്പൊ കാണാതെ പറയുമല്ലേ? ഒന്ന് പറയാമാവാ. നീ ഇപ്പൊ കള്ളു കുടിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ജാതകം പോലും നോക്കാതെ അമ്മാവൻ എന്റെ കാര്യം പൊളിച്ചടുക്കുവാണല്ലോ. അതെ, ഈ വണ്ടി ഈ സൈഡിലെങ്ങാനും നിർത്തുകയാണെങ്കിൽ എന്റെ നാക്കൊന്ന് നനച്ചേനെ. എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അമ്മാവാ. ബാക്കിയുള്ള 2 കോടി കൊടുത്തതിന് ശേഷം നമുക്ക് അമ്മാവൻ ആ സൈറ്റ് കാല് വെച്ചത് കൊണ്ട് അമ്മാവനത് സ്വന്തമായിട്ട് കിട്ടിയില്ലേ? ഞാൻ ആ മരത്തിന്റെ അടിയിൽ നിന്ന് കുടിച്ചത് കൊണ്ട് അതെനിക്ക് സ്വന്തമായില്ലേ? എന്തിനാ ഇതൊക്കെ പറയുന്നേ? നമുക്ക് അങ്ങനെ ഒരു റൗണ്ട് കറങ്ങിട്ട് വരാം. അല്ലടാ ഞാൻ. അമ്മാവനൊന്നും പറയണ്ട, ഇതെന്റെ റിക്വസ്റ്റ് ആണ്. അത്രയല്ലേ ഉള്ളൂ. ശരി, വിട്ടേക്ക്. ഒന്ന് വേഗം ഇറങ്ങമ്മാവ. അമ്മാവാ, ഇവിടെ ഉണ്ടായിരുന്ന ഗേറ്റ് എവിടെയാ? അത് കാണുന്നില്ല. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നില്ലേ? അതെവിടെ പോയെന്ന് അറിയില്ല. ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നില്ലേ? അതെ, ശരി, അവിടെ ഉണ്ടായിരുന്നു. അതും ഇവിടെ കാണുന്നില്ല അമ്മാവാ. എടാ, നമ്മള് കറക്റ്റ് സ്ഥലത്തല്ലേ വന്നിരിക്കുന്നത്? നമ്മൾ കറക്റ്റ് സ്ഥലത്ത് അമ്മാവാ വന്നത്. കണ്ടില്ലേ? 20 കിലോമീറ്റർ. എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല അമ്മാവാ. അമ്മാവാ, അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് ബോർഡ് ഉണ്ട്. വാ, ഇപ്പൊ നിനക്ക് അത് കാണാനാണോ ഇത്ര വലിയ തിരക്ക്? ഇവിടെ വന്ന് നോക്കിയാലേ അറിയുള്ളൂ. ഇത് അത്യാവശ്യമാണ്. ഇങ്ങോട്ട് വന്നേ. എന്താ നോക്ക്. This site belongs to the government of Telangana. Trespassers will be punished. കണ്ടോ? ഇത് ഗവൺമെന്റിന്റെ സ്ഥലമാണ്. വെളച്ചിൽ കാണിച്ച പിടിച്ച് അകത്തിടുന്ന എഴുതി വെച്ചേക്കുന്നത്. ഇത് ഗവൺമെന്റ് സൈറ്റാ? അയ്യോ, എന്റെ എല്ലാം പോയേ, എന്റെ കാശൊക്കെ പോയിടാ. നമുക്ക് എത്രയും പെട്ടെന്ന് ചക്രവർത്തിയുടെ വീട്ടിലെത്തണം. ഇതിലേ പോ, അങ്ങോട്ട് പോ. ഞാനും വരാം. ഇവിടെ ആരെയും കാണുന്നില്ല. അമ്മാവാ, ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അത് കാണുന്നില്ലല്ലോ. ഇവിടെയും ബോർഡില്ല, അവിടെയും ബോർഡില്ല. എന്തൊക്കെയാണ്? തരലുണ്ടോന്നൊക്കെ. ശരി, വാതിൽ ഇവിടല്ലേ അമ്മാവാ? അതെ, അങ്ങോട്ട് തള്ളേ. അങ്ങോട്ട് കേറ. ആരുമില്ല. കൊടയും കാണുന്നില്ല. ഒരു മനുഷ്യനും ഇല്ല. അതെ, എല്ലാം പോയടാ. എല്ലാം പോയി. സെക്യൂരിറ്റി. അയ്യാ, ഇത് ധനരാജ് ചക്രവർത്തി സാറിന്റെ വീടല്ലേ? ഇതൊന്നുമല്ല, ഇത് ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന വീടാണ്. അല്ല, പുറത്ത് ധനരാജ് ചക്രവർത്തി എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഷൂട്ടിംഗുകാർ വെക്കുന്ന ബോർഡാ. അവർക്ക് ആവശ്യമുള്ള ബോർഡ് അവർ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. അല്ല, ഞങ്ങളിവിടെ വന്നപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ എപ്പോഴാ വന്നെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അയ്യോ, അല്ല സാറേ, നിങ്ങൾ എന്താ പ്രൊഡ്യൂസറാ അതോ ലൊക്കേഷൻ നോക്കാൻ വന്ന ഡയറക്ടറാ? ഇത് രണ്ടും അല്ല, റിയൽ എസ്റ്റേറ്റ് കച്ചവടാ. അല്ല, ഈ വീട് ഷൂട്ടിങ്ങിന് ആർക്കാ കൊടുത്തായിരുന്നേ? ഒരു മിനിറ്റ്, രജിസ്റ്റർ നോക്കി. വേഗം കൊണ്ടുവാ. സാറേ, രജിസ്റ്ററിൽ എഴുതിയേക്കുന്നത് കാണുമ്പോ പ്രൊഡ്യൂസറിന്റെ പേര് ഡോക്ടർ ധനരാജ് ചക്രവർത്തി. അഡ്രസ് 282/76/R by 24A നിയർ ബോട്ടാണിക്കൽ ഗാർഡൻ, കച്ചേരിപ്പടി. അമ്മാവാ, ഇത് നമ്മുടെ സൈറ്റിന്റെ അഡ്രസ് അല്ലേ? നമ്മുടെ സൈറ്റ് അല്ലടാ. ബാനർ നെയിം ഗോവിന്ദ ഗോപാല ഫിലിം. ആദ്യ പണ്ടാരൊന്ന് ഓഫ് ചെയ്ത് വെക്കാമാവാ. പാടിക്കോട്ടെ, നമ്മുടെ ഈ അവസ്ഥക്ക് പറ്റിയ പാട്ടല്ലടാ. ധനരാജ് ധനം എടുത്തോണ്ട് പോയമ്മാവ. നമ്മൾ വഴിയാധാരമായി വാ, നമുക്ക് പോകാമാവ. നടക്ക്. ഞാൻ അന്നേരം പറഞ്ഞതായി പൊട്ടത്തലയും കൊണ്ട് അമ്മാവ വീടില്ലേ? അയ്യോ,
ഇവിടത്തെ ബോർഡും പോയി, ഒന്നുമില്ല. അമ്മാവാ. സാർ ഞങ്ങൾ നടന്നോളാം, നീ പിന്നാലെ വന്നാ മതി. ഓക്കെ സാർ. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ അമ്മാവാ? നമ്മുടെ 3 കോടി രൂപ പോയില്ലേ? കൺഫേം ആയിട്ടും അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഇപ്പഴാടാ മനസ്സിലായേ? പ്രോഫിറ്റ് മാനേജ്മെന്റ് പറഞ്ഞില്ലേ? എല്ലാം അറിയാന്നല്ലേ പറഞ്ഞേ? അന്ന് ഞാൻ ചോദിച്ചല്ലോ വല്ലതും അറിയാവോന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? മലപ്പുറം കത്തിയാണ്, മഹാനായ ജോജിയാണ്. വലിയ ഡയലോഗ് അടിച്ചല്ലോ അന്ന്. പറഞ്ഞതൊക്കെ ശരിയാ. കാണുന്നതിന് മുമ്പ് തന്നെ 5 കോടി രൂപ ലാഭം കിട്ടുന്ന പറഞ്ഞ ആരാടാ പിന്നെ വാങ്ങാത്തെ? ഇപ്പൊ കിട്ടിയില്ലേ? എവിടെ വന്ന് എല്ലാം പോയില്ലേ? ഡോക്ടർ ധനരാജ് ചക്രവർത്തി 3 കോടി. ഇത് ഞാൻ ഏത് കണക്കിലാണ് എഴുതാ? അമ്മാവന്റെ കണക്കിൽ എഴുതിയ പോരെ? നിന്റെ കള്ള് കണക്കിൽ എഴുതട്ടെ? കള്ള് കണ്ടപ്പോ ഓടിപ്പോയി കുടിക്കണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ലേ? അപ്പൊ സ്റ്റാഫ് അല്ല എന്നോട് ചോദിക്കുമല്ലോ എനിക്ക് എന്താ പറ്റിയെന്ന്. എന്നേരവേ അമ്മാവനിട്ട് ഞാൻ ശരിക്കൊരു കുനിപ്പ് വെക്കുന്നുണ്ട് കേട്ടോ. നീ അതൊന്നും പറയരുത് കേട്ടോ. ഇതൊക്കെ ഒരു 4 പേര് അറിഞ്ഞാ വിൽക്കാനും അറിയില്ല, വാങ്ങാനും അറിയില്ല എന്ന് നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നീ ആരോടും പറയണ്ട, ഞാൻ ആരോടും പറയില്ല. ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് ഓക്കെ. പിന്നെ ഒരു കാര്യം, ഞാൻ എപ്പോഴെങ്കിലും ഈ കാര്യം അറിയാതെ എങ്ങാനും പറയാൻ തുടങ്ങിയ നീ പെട്ടെന്ന് സൈലൻസ് ഉറക്കെ പറഞ്ഞു നീ എന്നെ ഓർമ്മപ്പെടുത്തണം. അതുപോലെ നിനക്കും ടങ് സ്ലിപ്പ് സംഭവിക്കുകയാണെങ്കിൽ ഞാനും അതുപോലെ തന്നെ പറയാം. അപ്പൊ നീയും അതൊന്ന് ഓർത്തിരിക്കണം. ഈ ഐഡിയ കൊള്ളാം അമ്മാവാ. പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാലല്ലേ ബുദ്ധി വരുള്ളൂ. അമ്മാവാ, മുടി പോകുമ്പോഴല്ലേ ഈ ചീപ്പിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അല്ല, ചുമ്മാ ഒരു റൈമിങ്ങിന് പറഞ്ഞതാ. ഗവൺമെന്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ ചന്ദ്രനിൽ സ്ഥലം വാങ്ങുന്ന പോലെ അങ്ങോട്ടും പോവാൻ പറ്റില്ല, ഇവിടെയും വാങ്ങാൻ പറ്റില്ല. ശരി അമ്മാവാ. നല്ല മ്യൂസിക് അല്ലേ? ശകുന്തളേ, ഹാസിനി, വാ വാ വാ. എന്താ കാര്യം? മോളെ വിളിച്ചോണ്ടുപോയി വേഗം ഒരുക്കി നിർത്ത്. ഇപ്പൊ വരുന്നത് ഒരു സാധാരണ ആലോചനയല്ല. അമലാപുരത്തുനിന്നുള്ള കൂട്ടരാ. നല്ല അന്തസ്സുള്ള കുടുംബമാ. അവര് നമ്മളെപ്പോലെ തന്നെ പാരമ്പര്യമുള്ളവരാ, നല്ല സൗകര്യമുള്ളവരുവാ. എനിക്കുള്ളതുപോലെ 100 ഏക്കറുണ്ട് അവർക്ക്. തന്നെയല്ല, ചെറുക്കന് റൈസ് മില്ല്, 2 തുണിക്കട, ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറും. ഒറ്റ മോൻ. എന്താ നോക്കുന്നേ? നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവര് നിന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ തന്നെ അമലാപുരത്ത് ചെന്ന് അന്വേഷിച്ച് കണ്ട് അവരോട് സംസാരിച്ച് പരസ്പരം സമ്മതിച്ചുറപ്പിച്ച ബന്ധമാ.